കണ്ണന്റെ നേരറിഞ്ഞവർ നരസിംഹമൂർത്തി അറിഞ്ഞവർ തെറ്റേറ്റു ചൊല്ലി മാപ്പിരന്നു തീരുത്തി തീയായി ഒറ്റമേ നന്ദകുമാർ, ശ്രീമതി ഉഷ നന്ദകുമാർ, സതീഷ് കാക്കാരത്ത്, അടുത്തത് ഉഷ നന്ദകുമാർ. പുലരി എന്ന പേരിലാണ് എഴുതുന്നത്. അടുത്തത് രവീന്ദ്രനാഥ്. അടുത്ത ജെസ്സി ചാക്കോ. ജെസ്സി ചാക്കോ. അടുത്തത് നമ്മുടെ മോമന്റോ രൂപകൽപ്പന ചെയ്ത ശ്രീ സജിത് നന്ദൻ. അദ്ദേഹത്തിന് എല്ലാവരും ആശംസകൾ നേരുന്നു. ഇനിയും അതൊക്കെ വലിയ പാടല്ല. ഞാൻ ചിത്രകലയെ കുറിച്ച് അഗാധമായിട്ട് പറയും. 2002 എനിക്ക് അക്കാദമി അവാർഡ് 3 ആണ് കിട്ടിയത്. അതിൽ ആദ്യം കിട്ടുന്നത് ചിത്രകലയെ കുറിച്ചുള്ള ലേഖനമില്ല. വിഖ്യാത ചിത്രകാരനായ ജയരാമനെ കുറിച്ചുള്ള പഠനം ഇപ്പൊ അക്കാദമി അതുകൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ചിത്രകലയെ കുറിച്ച് നല്ല ധാരണ. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു ജില്ലാ യുവജനോത്സവത്തിന് ഒരു കുട്ടിക്ക് നല്ല ചിത്രം വരച്ചിട്ട് സമ്മാനം കിട്ടാതെ ആയപ്പോ അവിടെ എല്ലാ അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ രക്ഷിതാവും അവിടുത്തെ ഒരു അധ്യാപകൻ കൂടി എൻ്റെ അടുത്ത് വന്ന് മാറ്റി ചിത്രകലയെ കുറിച്ച് ഒരുപാട് വിമർശകനല്ലേ, സത്യം പറഞ്ഞാൽ ഈ ചിത്രത്തെ കുറിച്ച് എൻ്റെ അഭിപ്രായം ചോദിച്ചു. അപ്പൊ ഞാനാണ് വിലയിരുത്തുന്നതെങ്കിൽ ഈ ചിത്രത്തിന് ഒന്നും സമ്മാനം കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഞാനല്ലല്ലോ വിലയിരുത്തിയത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വിലയിരുത്തണം അല്ലേ, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് സ്പോർട്സ് പോലെ ഇങ്ങനെ കൃത്യമായി ഓടിയെത്താനൊന്നും സാഹിത്യം അങ്ങനെയല്ല. സാഹിത്യം വളരെ വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, രുചികളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അതിൽ ഒഴിക്കുന്നു. നല്ലോണം വായിക്കണം. ക്ലാസിക്കുകളെ കുറിച്ച് നല്ല ധാരണ വളരെ കുറവാണ്, വളരെ കുറവ്. പിന്നെ ഞാൻ നല്ല തമാശ പറയും. ഈ വായനയുടെ എന്റെ ജൈവം എന്ന് പറയുന്ന നോവൽ ധാരാളപ്പത്തിലുള്ള ജൈവം തുഞ്ചൻ സർവകലാശാലയില് പാഠ്യപഠനം അവിടുന്ന് ഒരു പെൺകുട്ടിയെ വിളിച്ചു. അവ വിളിച്ചിട്ട്